ആഘോഷങ്ങൾക്ക് അതിരില്ലാത്ത ചിങ്ങമാസം. ചിങ്ങപ്പുലരി പിറക്കാൻ കാത്തിരിക്കുന്ന ഒരു ജനത. ഓണക്കാലത്തെ കേരളക്കരയെ അങ്ങനെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല. തെയ്യവും തിറയും കാവടിയാട്ടവും മയിലാട്ടവും ഒക്കെയായി ഓണനാളുകളിൽ വർണ്ണാഭമാകുന്ന കേരളക്കര മലയാളിയുടെ ദേശീയോത്സവത്തിനായി ചിങ്ങം പിറക്കുമ്പോഴേ ഒരുങ്ങിത്തുടങ്ങുന്നു. ഓണത്തെയും ഓണാഘോഷങ്ങളുടെ ഭാഗമായ ഓണക്കളികളെയും ഓണസദ്യയെയും ഒക്കെ നമ്മൾ ഓരോന്നായി വിശദമായി തന്നെ നോക്കിക്കാണുകയാണല്ലോ. ഓണവുമായി അടുത്ത ബന്ധമുള്ള ഒന്നാണ് വള്ളംകളിയെന്നും വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള വള്ളങ്ങളിൽ നടത്തപ്പെടുന്ന മത്സരങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. നെഹ്റു ട്രോഫി, പമ്പ ബോട്ട് റേസ്, ഉത്രട്ടാതി വള്ളംകളി തുടങ്ങി വള്ളംകളി ഏതായാലും തുഴച്ചിൽക്കാരെയും കാണികളെയും ഒരേപോലെ ത്രസിപ്പിക്കുന്ന മത്സരവീര്യം പകരാൻ സഹായിക്കുന്ന ഒന്നാണ് വള്ളംകളി പാട്ടുകൾ. തുഴയാൻ വള്ളമോ വള്ളമിറക്കാൻ വെള്ളമോ പോലും ഇല്ലാത്ത പ്രദേശങ്ങളിലും പലപ്പോഴും ആഘോഷമൂടിൽ വള്ളംകളി പാട്ടുകൾ പാടാറുണ്ട്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം. വയലാറിന്റെ ഈ വരികൾ പാടാത്ത മലയാളികളുണ്ടോ? എന്നാൽ എങ്ങനെയാണ് ഈ ഒരു ശീലിന്റെ ഉത്ഭവം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 18-ാം നൂറ്റാണ്ടിൽ കോട്ടയം മീനച്ചിൽ താലൂക്കിൽ രാമപുരത്ത് ജീവിച്ചിരുന്ന കവിയായിരുന്നു രാമപുരത്ത് വാര്യർ. വളരെ ദരിദ്രനായിരുന്ന അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനായിരുന്നു. തന്റെ ദാരിദ്ര്യത്തിന് അറുതി വരുത്താൻ ഒരു വർഷം അവിടെ ഭജനമിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഊട്ടുപുരയിൽ സദ്യയുള്ള ദിവസം മാത്രം ഒരു നേരം ഊണ് കഴിക്കും, അല്ലെങ്കിൽ പട്ടിണി എന്നുള്ള നിശ്ചയത്തോടെയാണ് ഭജന തുടങ്ങിയത്. ഭജന കഴിയുന്ന ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. വാര്യർ മഹാരാജാവിനെ സ്തുതിച്ച് 4-5 ശ്ലോകങ്ങൾ ഉണ്ടാക്കി രാജാവിന്റെ അടുക്കലെത്തിച്ചു. രാജാവ് മടങ്ങിപ്പോകാൻ നേരം കടവിൽ നിന്ന വാര്യരോട് തന്നോടൊപ്പം വഞ്ചിയിൽ കയറാൻ ആജ്ഞാപിച്ചു. വഞ്ചി നീങ്ങി തുടങ്ങിയപ്പോൾ രാജാവിന്റെ കൽപ്പന ഈ വഞ്ചി തുഴയുന്ന താളത്തിനൊത്ത് ഒരു പാട്ടുണ്ടാക്കുക എന്നതായി. അങ്ങനെ നദോന്നത വൃത്തത്തിൽ കുചേലന്റെയും ശ്രീകൃഷ്ണന്റെയും ദൃഢമായ സ്നേഹത്തിന്റെ കഥ പറയുന്ന കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിക്കപ്പെട്ടു. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ചുവട് പിടിച്ച് ധാരാളം വഞ്ചിപ്പാട്ടുകൾ പിന്നീട് മലയാളത്തിലുണ്ടായി. ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് മലയാളികളുണ്ടോ അവിടങ്ങളിലൊക്കെയും ഓണക്കാലമായാൽ ഓണം മിതമായാണെങ്കിലും ആഘോഷിക്കും. ആ ആഘോഷത്തിൽ 2 വരി വള്ളപ്പാട്ടെങ്കിലും മൂളാത്ത ഒരു മലയാളി ഉണ്ടാവുകയില്ല. സാധാരണഗതിയിൽ കർക്കിടകത്തിലെ മോശം കാലാവസ്ഥകളൊക്കെ മാറി ചിങ്ങം പിറക്കുന്നതോടെ തികച്ചും വ്യത്യസ്തമായ അന്തരീക്ഷവും തെളിഞ്ഞ ആകാശവുമാകുന്നു. ചിങ്ങത്തെ വരവേൽക്കാനായി കർക്കിടകത്തിൽ വീട് ശുദ്ധമാക്കി പാഴ്വസ്തുക്കളെല്ലാം കളയുന്ന ഒരു ചടങ്ങ് നിലനിന്നിരുന്നു. പഞ്ഞം കളയുക അല്ലെങ്കിൽ ചേട്ടയെ ഓടിക്കുക എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ ചടങ്ങ് ഇന്നും കൃത്യമായി നോക്കുന്ന വീടകങ്ങൾ കേരളത്തിലുണ്ട്. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നു എന്ന് പുതിയ തലമുറ പറഞ്ഞാലും ചിലതിനൊക്കെ അതിൻ്റെതായ ഒരു സൗന്ദര്യവും സ്വാഭാവികതയും ഉണ്ടെന്നത് സമ്മതിക്കാതെ വയ്യ. അത്തത്തോടെ അരങ്ങുണരുന്ന ഓണാഘോഷങ്ങളിൽ ഓണത്തല്ല് എന്നൊരു നാടൻ കലാരൂപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കായം കളി, അവിട്ടത്തല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഓണത്തല്ല് പണ്ടുകാലത്ത് ഓണനാളുകളിലെ ഒരു കായിക വിനോദമായിരുന്നു എന്ന് പറയാം. കളരിപ്പയറ്റിൽ നിന്നും ഉറവെടുത്തു എന്ന് പറയപ്പെടുന്ന ഓണത്തല്ല് പാലക്കാട് ജില്ലയിലെ പല്ലശന എന്ന ഗ്രാമത്തിലാണ് പരക്കെ ഉണ്ടായിരുന്നത്. പ്രാദേശികമായ ഒരു വൈര്യത്തിന്റെ ഭാഗമായി പല്ലശനയിൽ ആരംഭിച്ചു എന്ന് ചരിത്രം പറയുന്ന ഈ കയ്യാങ്കളി 2 ഭാഗമായി തിരിഞ്ഞ് ആട്ടക്കളത്തിൽ അവതരിപ്പിക്കുന്നതാണ്. പിൽക്കാലത്ത് സാമൂതിരിയുടെ ഇടപെടലോടെയാണ് ഇതിലെ മാത്സര്യമില്ലാതായി വിനോദമായി മാറിയത്. തങ്ങൾ നയിക്കുകയും നടത്തുകയും ചെയ്ത എണ്ണമറ്റ യുദ്ധങ്ങളുടെ ഓർമ്മയ്ക്കായി നായന്മാർ ഇന്നും തുടരുന്ന ഈ കായിക വിനോദം പാലക്കാടൻ മേഖലയിലെ ഓണത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഭാഗമാണ്. ഓണക്കാലത്ത് മനം കുളിർപ്പിക്കുന്ന മറ്റൊരു കലാരൂപമാണ് തുമ്പിതുള്ളൽ. സ്ത്രീകളുടേതായ ഈ കലാരൂപത്തിൽ ആട്ടവും പാട്ടും ഇടചേരുന്നതാണ്. കായികക്ഷമതയുടെ കളികളിൽ പുരുഷന്മാർ മുഴുകുമ്പോൾ സ്ത്രീജനങ്ങൾ കൈകൊട്ടിക്കളിയിലും തുമ്പിതുള്ളലിലും ആനന്ദം കണ്ടെത്തുന്നു. നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് മുടി നിറയെ മുല്ലപ്പൂവും ചൂടി
വട്ടത്തിലിരുന്നാണ് തുമ്പിത്തുള്ളൽ അവതരിപ്പിക്കുന്നത്. സംഘത്തെ നയിക്കുന്ന പ്രധാനി നടുവിലിരുന്ന് കാതുകൾക്ക് ഇമ്പം തരുന്ന പാട്ടിന്റെ ആദ്യ വരികൾ പാടുകയും കൂട്ടത്തിലെ മറ്റുള്ളവർ ഏറ്റുപാടുകയും ചെയ്യുന്നു. നിരവധി പാട്ടുകളും ഒപ്പത്തിനുള്ള കൈകൊട്ടലുമായി താളനിബദ്ധമാണ് തുമ്പിത്തുള്ളൽ. ഉല്ലാസത്തോടെ സ്ത്രീകൾ വർണ്ണാഭമായ വേഷഭൂഷകളോടെ സ്വതന്ത്രമായി ആനന്ദിക്കുന്ന ആ കാഴ്ച തന്നെ കണ്ണുകൾക്ക് ഓണമാകുന്നു എന്ന് പറയാം. കുട്ടികളുടെ ഓണക്കാല ആനന്ദങ്ങളിൽ പ്രധാനമാണ് പുലർച്ചയ്ക്ക് സംഘം ചേർന്ന് പൂക്കൾ പറിക്കാനായി ഇറങ്ങുന്നത്. വീടുകളിലെ തൊടികളിൽ, വലിയ വൃക്ഷങ്ങളിൽ മുതിർന്നവർ ഊഞ്ഞാൽ കെട്ടിക്കൊടുക്കുന്നതിനായി കുട്ടികൾ ആഹ്ലാദത്തോടെ കാത്തിരിക്കുന്നു. നാടൻ പന്തുകളി, എട്ടുകളം, കുട്ടിയും കോലും, കിളിത്തട്ട് മുതലായ നാടൻ കളികളിൽ കുട്ടികൾ ഓണക്കാലത്ത് തിമിർത്ത് ഉല്ലസിച്ചിരുന്നു. ഈ പഴയകാല കളികളും വിനോദങ്ങളും പലതും ഇന്നത്തെ കുട്ടികൾക്ക് പേര് മാത്രമായി മാറിയിരിക്കുന്നു എങ്കിലും പഴയ ഓർമ്മകളെ ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറ നമുക്കൊപ്പമുണ്ട്. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നല്ല കാലത്തെ വരവേൽക്കാൻ നാട് മുഴുവൻ ഒരുങ്ങുകയാണ് ഈ നാളുകളിൽ. ജീവിതത്തിലെ സങ്കടങ്ങളെ പാടെ മറന്ന് മാവേലി തമ്പുരാന്റെ നല്ല ഭരണകാലത്തെ ഓർക്കുക കൂടിയാണ് ഓരോ ഓണനാളുകളും.